ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ പത്തൂർ അമ്പലത്തിൽ വന്നാട്ടോ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് വഴി. എനിക്കല്ല കോൾഡാ. ഇപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണയാട്ടോ ഉള്ളത്. വയ്യ, കോൾഡ് പിടിച്ച്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് പോകണം, അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ. ഓ, ഇതാണ് അമ്പലം. കാല് കഴിയേക്കാം. ഓ, ഇതാണെന്നാണ് അമ്പലം. ഇത് അമ്പലം നോക്കിയേ, ഇത് വെള്ളത്തിലാതാ. ഇതുണ്ടോ? കൊണ്ടുവന്നാലാണ് നിർത്താറുണ്ടാവും. നാളേരം കൊണ്ടുവന്നാൽ മുട്ടറും. തേങ്ങയൊക്കെ പൊന്നുമ്പോ ചേർപ്പോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു കേട്ടോ. ഞാൻ അയച്ച പുറത്ത് മാത്രമാണ് വെള്ളം, പക്ഷെ അകത്തും വെള്ളമാട്ടോ. ഉണ്ടോ, അമ്പലത്തിന്റെ അകത്തും വെള്ളമാ. ഇത് സ്വയംഭൂ ആണെന്നാണ് പറഞ്ഞ വിഗ്രഹം. 3000 വർഷം പഴക്കമുണ്ട്. നടക്കുവാ അതിനകത്ത്. കാല് തെന്നുന്നുണ്ട്. നല്ല വഴുക്കലുണ്ട് കേട്ടോ, നടക്കാൻ പറ്റുന്നത്. അകത്ത് ശ്രീകോവിലിനകത്തൊക്കെ വെള്ളമാട്ടോ. ഒരു നന്ദികേശനുണ്ട്. എന്നിട്ട് ആ ശ്രീകോവിലിന്റെ അകത്തുനിന്നാണ് ഈ വെള്ളം വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ആ അകത്തുനിന്ന് വരണ വെള്ളം തന്നെയാണ്, അതായത് പ്രതിഷ്ഠ ഉണ്ടെന്ന് പറയപ്പെടുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് അകത്തും പുറത്തും ഒക്കെ ഉള്ളതെന്ന്. വേണ്ട, നടുക്ക് കാണുന്ന അതിൻ്റെ അകത്തുനിന്ന് വന്ന, അതിൽ പൂജയൊന്നുമില്ല അവിടെ. അത് സ്വയംഭൂ ആണെന്നാ പറഞ്ഞ ശിവൻ. അപ്പം ആ വെള്ളം തന്നെയാണ് അമ്പലത്തിന്റെ അകത്തും പുറത്തും. പക്ഷെ അമ്പലത്തിന്റെ അകത്ത് തണുത്ത വെള്ളവും പുറത്ത് ഇറങ്ങുമ്പോൾ അത്ര വെള്ളത്തിന് തണുപ്പൊന്നുമില്ല, ചൂട് ചെറിയ നേരിയ പുറത്തെ ചൂടിനനുസരിച്ചുള്ള വെള്ളം. ഈ അമ്പല കുളത്തിലും കിണറ്റിലും ഒക്കെ ഈ വെള്ളം തന്നെയാണ്. ഓരോ സ്ഥലത്തും ഉള്ള വെള്ളത്തിന് പല ഭാവങ്ങളാണ്. സെയിം വെള്ളം തന്നെയാണ് ഫുള്ള്, പക്ഷെ എല്ലാത്തിനും പല വ്യത്യാസമാണ്. ഇവിടെ വെള്ളം ആഴം കുറവാണ്, പക്ഷെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, അവിടെ ഇറങ്ങുമ്പോഴേക്കും ആഴം കൂടുതലാണ്. അവിടെ മുട്ട് വരെ ഉണ്ട്. ഭിത്തിയില് വെള്ളം ഇതാണോ നോക്കിയേ, നല്ല രസം.
കണ്ട ഇവിടെ ആഴം കൂടുതലുണ്ട്. ഇതിനകത്ത് മീനുകളുണ്ട് കേട്ടോ. ഒരു മീനിനെ നോക്കിയ വലിയൊരു മീൻ ഓടിപ്പോണ്. വലിയൊരു മീൻ വന്നിട്ടോ. അവിടെ വന്നോ? ഇതിനകത്ത് മീനുകൾ മൊത്തം ഓടി നടക്കുന്നു. ഇതുണ്ടോ ദീപസ്തംഭം, ലാമയാ, കൂർമ്മം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു കേട്ടോ. ഫുള്ള് വെള്ളം അകത്തും പുറത്തുമൊക്കെ, നല്ല രസമുണ്ട്. നീർപ്പത്തൂർ എന്നാട്ടോ അമ്പലത്തിൻ്റെ പേര്. ഞാൻ നേരത്താണ് ഇപ്പോൾ കുറച്ച് വ്യത്യാസം തോന്നുന്നു. നീർപ്പത്തൂർ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുത് കുറിയൊക്കെ തൊട്ട് നല്ല വൈബാട്ടോ, നല്ല രസമുണ്ട്. ഭയങ്കര ശാന്തമായ സ്ഥലമാട്ടോ. ഫുള്ള് ചുറ്റും മരങ്ങൾ. അതെ അമ്പലം ഉണ്ടോ? ആക്ച്വലി നമ്മൾ വന്ന പരിപാടി ഇതൊന്നും അല്ല കേട്ടോ. നമ്മൾക്ക് സൈലൻറ്റ് വാലിയിൽ ഒരു നേച്ചർ ക്യാമ്പുണ്ട്. ഗ്രാഫ് എന്ന് പറഞ്ഞ ഗ്രാഫ് കമ്മ്യൂണിറ്റിയുടെ നേച്ചർ ക്യാമ്പുണ്ട് സൈലൻറ്റ് വാലിയിൽ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ മണ്ണാർക്കാട് പോകണം. റൂം ചെക്കൗട്ട് ചെയ്തിട്ടില്ല, പോയി റൂം ചെക്കൗട്ട് ചെയ്യണം. പെരിന്തൽമണ്ണയിലെ റൂം എടുത്താണ്. അത് മണ്ണാർക്കാട് പോകണം. മണ്ണാർക്കാട് പോയിട്ട് അവിടെ നിന്ന് മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ക്യാമ്പുള്ളത്. അപ്പോൾ നാളെ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നാളെ നമ്മൾ അവിടെ തന്നെയാണ്. തത്തയങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ട്രക്കും ബേർഡ് വാച്ചിങ് അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മളൊരു ദിവസം നേരത്തെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ കറങ്ങിയതാണ്. ഈ പൂന്താനയിലും ഇവിടെയൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിച്ചു, ഇവിടെ അമ്പലത്തിൻ്റെ ഒരു പേരോ ഒരു കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. എനിക്കൊണ്ട് സ്വയംഭൂ ആയതുകൊണ്ടാണോ? വഴിപാട് കൗണ്ടറുണ്ട്, പിന്നെ ഇങ്ങനെ അല്ലാണ്ട് അമ്പലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ എങ്ങും ഇല്ല പേരൊന്നും. അത് പറഞ്ഞപ്പോഴാട്ടോ അത് ഇവിടെ കണ്ടേ. അരക്കുപറമ്പ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം ജലവാസം കണ്ടോ. അർദ്ധനാരീശ്വര ക്ഷേത്രം, അതാണ് അമ്പലത്തിൻ്റെ പേര്. അവിടെ എങ്ങും എഴുതി വെച്ചിട്ടില്ല. സാറിന് അമ്പലത്തിൽ എല്ലാം ഇങ്ങനെ നമഃശിവായ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് വയ്ക്കുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ പുറത്തും വെള്ളം അതുണ്ടോ. ഇപ്പം നമ്മൾ പോട്ടെ വേഗം. ഇവിടെ ഫുള്ള് അടയ്ക്കാ മരം, കവുങ്ങ് അങ്ങനെയൊക്കെ കേട്ടോ. ഫുള്ള് മരങ്ങളാണ്.